എല്ലാവർക്കും നമസ്കാരം. മുൻ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയും മുൻ പാലക്കാട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA യും മുൻ KTDC ചെയർമാനും ഒക്കെ ആയിരുന്ന മുന്നാട്ടോ KTDC ചെയർമാനും ഒക്കെ ആയിരുന്ന PK ശശിയെ കുറിച്ചിട്ട് ഇപ്പോഴത്തെ CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി സഖാവ് നാരായണൻകുട്ടി പറയുന്ന വാക്കുകൾ. ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഈ PK ശശി എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം തറവാട്ടിൽ പറഞ്ഞ ഒറ്റ സ്ത്രീകൾ ഇതിനകത്തേക്ക് കാലുകുത്തില്ല. പേടിയാണ്, ഭയാണ്. എത്ര വനിതകൾ, അവരെല്ലാം ലോക്കൽ കമ്മിറ്റികൾ വർക്ക് ചെയ്യും. മണ്ണാർക്കാട്ടേക്ക് ഒരു പരിപാടിക്ക് പോകാൻ പറഞ്ഞ ഒറ്റ സ്ത്രീകൾ പോകില്ല. ഇവിടെയുള്ള ആളുകളുടെ സ്വഭാവം അതായതുകൊണ്ടാണല്ലോ, മുൻകാല അനുഭവങ്ങളുണ്ട്. ഇനി അവർക്കൊക്കെ ധൈര്യസമേതം ഈ ഓഫീസിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമാണ് ഇന്ന് ഒരുങ്ങിയിട്ടുള്ളത്. പേടിച്ചിട്ട് പെണ്ണുങ്ങളാരും തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങളാരും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിലേക്ക് വരില്ലായിരുന്നു എന്ന്. ലോക്കല് വരെ വരുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് ആരും വരില്ല. പേടിച്ചിട്ട്, ശശിയെ പേടിച്ചിട്ട്. ഈ ശശിയെ ഇത്രയും വലിയ ആളാണ്, ഇത്രയും വലിയ പെണ്ണുപിടിയനും ഒക്കെ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് SFIയിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത്, മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ SFIയിൽ വർക്ക് ചെയ്തിരുന്ന കാലത്താണ് ഈ ശശിയേട്ടനെ എനിക്ക് പരിചയം. അന്നൊന്നും ഞാൻ ഇതൊന്നും കേട്ടിരുന്നില്ല. പിന്നെ ഞാൻ അലനല്ലൂര് കുറെ കാലം DYFIയിലും വർക്ക് ചെയ്തിരുന്നു. അന്നും ഇങ്ങനെയൊന്നും കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പോഴാന്നറിയില്ല. എന്നാലും ശരി, ശശി PKS എന്ന PK ശശി ഇന്നലെ ഉച്ച വരെ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഉച്ചയ്ക്കല്ലേ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? അതേപോലെ തന്നെ CA2 സസ്പെൻഡ് ചെയ്തത് ഇന്നല്ലേ? CA2 സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇന്നല്ലേ? പിന്നെ ഇത്രയും വലിയ ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ അപ്പോൾ നിങ്ങളുടെ പാർട്ടി ഇന്നലെ ഉച്ച വരെ കൊണ്ടു നടന്നപ്പോഴോ, CA2 ഇന്ന് വരെ കൊണ്ടു നടന്നപ്പോഴോ, പിന്നെ അടുത്തൊരു വ്യക്തി ശശിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് നമുക്കിവിടെ വായിക്കാം. CPM ഓഫീസ് ശശിക്ക് ഒരു അനാശാസ്യ കേന്ദ്രം പോലെയാണ്. സ്വന്തം ഭാര്യയെ ശശിയുടെ കൂടെ കാണാൻ പാടില്ലാത്ത രീതിയിൽ കൺമുൻപിൽ കണ്ട ഭർത്താവ് ദുഃഖം താങ്ങാനാവാതെ ജീവനൊടുക്കിയിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ആ സ്ത്രീ. പാർട്ടി പുറത്താക്കിയ PK ശശിക്കെതിരെ ഗുരുതര ആരോപണമായിട്ടാണ് DYFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പാലക്കാട് ജില്ലയുടെ എന്താണ് DYFI പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. PK ശശിയെ ഒരു ഏരിയ കമ്മിറ്റി അംഗമായ സ്ത്രീ, അവരുടെ ഭർത്താവ് കാണുന്ന PK ശശിയും ഈ സ്ത്രീയായിട്ട് പാർട്ടി ഓഫീസിൽ വെച്ച് കാണാത്ത രീതിയിൽ കാണുന്നു എന്നോ, എന്നിട്ട് ആ ഭർത്താവ് ദുഃഖം താങ്ങാതെ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെയാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതൊക്കെയാണ്. എന്നിട്ട് നിങ്ങള് ഇത്രയും കാലം എന്തിനീ ശശിയെ പാർട്ടിയിൽ വെച്ചുകൊണ്ട് നിന്നു? ഇപ്പം പറയും ഞങ്ങൾ ബ്രാഞ്ചിലേക്ക് തരം താത്തി 1.5 വർഷം മുമ്പ് സമ്മതിച്ചു. ഭരണം നിങ്ങൾക്കാണല്ലോ. KTDCയുടെ ചെയർമാൻ ആരാവണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണല്ലോ. കഴിഞ്ഞ ആഴ്ച വരെ KTDCയുടെ ചെയർമാനായിരുന്നില്ലേ PK ശശി? അപ്പൊ അതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? പോയി കഴിഞ്ഞപ്പോ ഈ മരണം എല്ലാം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ലവലേശം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പറയുന്നത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഫേസ്ബുക്ക് എല്ലാം കറക്റ്റ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അപ്പം ശശിക്കെതിരെ നടപടിയെടുക്കണമായിരുന്നു. ശശി ഇന്നലെ ആ വിമത കൺവെൻഷനിൽ പോയില്ലായിരുന്നെങ്കിൽ ശശി ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി മെമ്പർ തന്നെയായിരിക്കും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ലായിരുന്നു. ആ കൺവെൻഷനിൽ പോയി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോ പാർട്ടിയെ പുറത്താക്കി. അപ്പോഴാ മരണവും എന്താ ഒരു ഏരിയ സെക്രട്ടറി ആയ സ്ത്രീയും ഏരിയ കമ്മിറ്റി അംഗമായ സ്ത്രീ, ഏരിയ സെക്രട്ടറി അല്ല സോറി ഏരിയ കമ്മിറ്റി അംഗമായ ഒരു സ്ത്രീയും ശശിയെയും കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ട് ഭർത്താവ് സൂയിസൈഡ് ചെയ്തു. അത് ഇപ്പൊ പുറത്തു വരുന്നത്. പിന്നെ ശശിയെ പേടിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ ആരും പാർട്ടി ഓഫീസിലേക്ക് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വരണില്ലാന്ന്. അതും ഇപ്പോഴാണ് പറയുക. ശശി കൺവെൻഷനിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇനി മൂടിവെക്കില്ലായിരുന്നോ? ഇത് മൂടിവെക്കില്ലായിരുന്നോ നിങ്ങള്? ഇത്രയും കാലം ഉണ്ടായിട്ട് നടപടി എടുക്കാതെ ഇപ്പൊ പുറത്തായി കഴിഞ്ഞപ്പോ ഇതിങ്ങനെ വിളിച്ചു പറയണം.
ഇപ്പൊ എന്തായി? നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി സഖാവ് നാരായണൻകുട്ടിയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ചെയ്തിരിക്കണം മലന്ന് കിടന്ന് തുപ്പ് തന്നെ ചെയ്തിരിക്കണം. ഇനി ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല. ബുദ്ധിയുള്ളവർ പ്രേക്ഷകരും മനസ്സിലാക്കട്ടെ ഇവരെ കുറിച്ചിട്ട്. എല്ലാവർക്കും നമസ്കാരം.